ചേട്ടാ, ഈ സിനിമയിൽ ഒരു ഡയറക്ടർ മാത്രമല്ല, ഒരു നിർമ്മാണ പങ്കാളിയും കൂടിയാണ്. അവർ 6 മാസത്തെ പ്രോസസ്സ് വേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ലവർ ബോയ് ആയിട്ടൊക്കെ നല്ല കോമഡി കളിച്ച് നടന്നിരുന്ന നസ്ലനെയാണ് ഒരു ആക്ഷൻ മൂഡുള്ള തലത്തിലേക്ക് കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ പ്രോത്സാഹനത്തിനോടൊപ്പം തന്നെ ഒരുപാട് ശാസിച്ചിട്ടുണ്ടാവില്ലേ? മീൻസ് ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴൊക്കെ ഗൗരവം കാണിക്കാറുണ്ടോ? നസ്ലനെ എങ്ങനെ മാനേജ് ചെയ്തു? അല്ലെങ്കിൽ ഈസി ആയിരുന്നു? എല്ലാം ഓക്കെ എന്നായിരുന്നു? ഇല്ല, അങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു 30 seconds 1 minute എക്സ്ട്രാ സ്പാറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സേഴ്സ് തമ്മിൽ പരസ്പരം ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് സ്പാറിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ബാക്കിയെല്ലാം ശരിയാണ്. അല്ല, അപ്പൊ നസ്ലന് വേറെ ഇടി കൊണ്ടിട്ടുണ്ടോ? എല്ലാം ക്യാമറ കൊണ്ടേക്കുന്നില്ല. പിന്നെ നസ്ലനോടൊരു ചോദ്യം. ഇപ്പോൾ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 4 സിനിമകൾ റിലീസുണ്ടായിരുന്നു. ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയും. അപ്പോൾ മമ്മൂക്കയുടെ ബസൂക്കയുണ്ട്. അപ്പോൾ നസ്ലൻ്റെ ആലപ്പുഴ ജിംഖാനയാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന്. പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ബസൂക്കയായിട്ടാണ് ക്ലാഷ് റിലീസ്. പക്ഷേ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം. പക്ഷേ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ മമ്മൂക്ക, ഒരു നടൻ, വളർന്നൊരു നടൻ. അപ്പോൾ നസ്രൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മമ്മൂക്കയോടൊപ്പം ഒരു റിലീസ് വരുന്നത് നസ്രൻ്റെ കരിയറിൽ. അപ്പോൾ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചിന്തിച്ചില്ല. ഒന്നാമത്തെ സമയം കിട്ടിയില്ല ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഇതിൻ്റെ തെറ്റിങ്ങെന്ന് പറഞ്ഞിട്ട് വേണം ബസൂക്കയാണെങ്കിലും അർണവാസാണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ബേബിജി, ഈ സിനിമയിലെ കഥാപാത്രം കുഴപ്പമില്ലല്ലേ? അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം, താങ്കളുടെ കഥാപാത്രം ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അതിനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതാണോ ഈ കഥാപാത്രം ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ? അത് എനിക്ക് തോന്നുന്നത് സത്യം അങ്ങനെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു പരിപാടി ക്യാരക്ടർ ഇല്ല അതില് ആലപ്പുഴ ജിംഖാന +2 ഒരു വിദ്യാർത്ഥി കുറച്ചും കൂടെ മിനിമലായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ എല്ലാം റഹ്മാൻക്കാണ് ഒരു അനുഗ്രഹം തോന്നുന്നത്. ഇല്ല, ഞാൻ അതിന് ട്രൈ ചെയ്തില്ല. കാരണം ഒരുപാട് ജോലികൾ വേറെ സൈഡിലുള്ള ഉണ്ടായിരുന്നതുകൊണ്ട്, ചെയ്യാനറിയാവുന്നവർ പടത്തിൽ അഭിനയിക്കുന്നുള്ളതുകൊണ്ട് ചെയ്തില്ല. കൂടെ വർക്ക് ചെയ്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഗണപതിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ കൂടെ അത്ര സെയിം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. പറഞ്ഞിരുന്ന കാര്യമുണ്ട്, അതായത് കഥ മുഴുവനായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അതായത് അന്നൊക്കെ അറിയാവുന്ന ആ പ്രോസസ്സിന്റെ കാര്യം എന്താ? അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയ ടെക്നിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇവര് വന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്കും അറിയാൻ പറ്റില്ല ഇതെന്താ. അപ്പൊ ആലോചനകൾ നടക്കേണ്ടാവുള്ളൂ. അപ്പോ അറിയില്ല, പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് നമ്മളോട് ജാടക്കി അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസിനെ ബാധിക്കും. അതുകൊണ്ട് പറയാൻ പറ്റില്ല.
സെക്കൻഡ് പാർട്ടിന്റെ ഇല്ല, നമ്മൾ ഇതുവരെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല നിലവിൽ. അല്ല, അത് തന്നെയാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് പിക്ക് ചെയ്യാൻ കാരണം. അതാണ് ഇതുവരെ ചെയ്തത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മൊത്തത്തിലുള്ള മൂഡ് വേറെയാണ് പടത്തിൻ്റെ. അതിനാണ് എന്നെ എക്സൈറ്റ് ചെയ്തത് ഈ പ്രൊജക്ട്. അല്ല, അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനിൽ കണ്ട എല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്നുള്ളത്. അതൊക്കെ പോയി. അല്ല, അത് എന്താണെന്ന് വെച്ചാൽ അത് 6 മാസത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഷിഫാസ് എന്ന് പറഞ്ഞ ട്രെയിനറായിരുന്നു അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അവരൊക്കെ അങ്ങനെ അത്രയും പ്രഷർ വന്നുകൊണ്ട് വേറെ വഴിയുണ്ടായില്ല. അങ്ങനെയാണ്. ലുക്മാൻ ഇപ്പൊ തല്ലുമാല ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൊവിനെ അടിക്കുന്ന ആ ഒരു സീൻ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ കാലിലൊക്കെ വന്നിട്ട് ചെവി ഇങ്ങനെ പറഞ്ഞ് ഒന്നും നോക്കണ്ട, നീ ശരിക്കും ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇതേപോലെ ഇന്റർവ്യൂല് പറഞ്ഞ് ഒന്നും നോക്കണ്ട, ശരിക്കും ഒരെണ്ണം കൊടുത്തു എന്ന് ചെവിയിൽ വന്ന് പറഞ്ഞു. ഇതില് അതേപോലെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ശരിക്കും കൊടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു? ഇല്ല, ഇതിലങ്ങനെ ശരി അല്ല, അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് ആണ് തോന്നണം, അങ്ങനെ ഷോർട്ടായിരിക്കും. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതല്ല. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസിൽ എല്ലാം കൊടുത്തുകൊണ്ട് സിനിമയാണല്ലോ, എല്ലാം ടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ 1-2 ഷോട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ഷോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നിർമ്മാതാവാണ്, സംവിധായകനാണ്. ഇപ്പൊ സിനിമാ മേഖലയിൽ നമുക്ക് കഴിഞ്ഞ കുറേ ദിവസമായി സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് പുറത്തു കൊണ്ടുപോകാം. അതിന് എത്ര രൂപയാണ് മുടക്ക്, എത്ര രൂപയാണ് തിയേറ്ററിൽ കിട്ടുന്നത്. അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്ന് പോകുന്നൊരു ഘട്ടം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ ഒരു തുറന്നെഴുത്ത് മനോരമ പത്രത്തിൽ എഴുതിയത്, തൻ്റെ സിനിമ ഇത്ര കോടി കളക്ട് ചെയ്തു, എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്ര കളക്ട് ചെയ്തപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കോടികളിലേക്കാണ് ഇതിൻ്റെ ഇറക്കാനുള്ള സാധ്യത നമ്മൾ കാണും. അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ സംഘടന തുടർന്നാൽ താങ്കൾ നിർമ്മാതാവ് കൂടെ ആയാലും ചോദ്യം, അത് സിനിമയൊക്കെ ബാധിക്കും. ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സിനിമയുടെ റേറ്റ്സ് ഇത്രയാണ്, ഇത്ര എമൗണ്ട് തിയേറ്ററിൽ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു നടനെയും ബാധിക്കും. ആ നടന്റെ സിനിമയ്ക്ക് ഇത്രയും പൈസ കിട്ടുന്നതും ആ നടനെയും ഭാവിയിൽ ബാധിക്കും. താങ്കൾ നിർമ്മാതാവാണ്, ഡയറക്ടറിനെ ബാധിക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. അത് തുടർന്നാൽ സിനിമയ്ക്ക് മോശമാകും. ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങളെ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് മുമ്പുള്ള സിനിമകളൊക്കെ വേറെ നിർമ്മാതാക്കളാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മാസം അവസാനവും പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നത്. അവരത് വിട്ടാലാണ് ഇനി എന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഹൈദർക്ക് പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ലാസ്റ്റ് ഒരു 6 മാസം 7 മാസമൊക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ്.
അല്ല ഇതുപോലെ തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യം പ്രശ്നമാവുന്നില്ല. വിജയിച്ചിങ്ങനെ പോയി അപ്പോൾ താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നു, അത് നിയന്ത്രിക്കണം. ഇതിനൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോ വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രതിഫലം നമുക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട്. അല്ല, നമ്മളൊരു സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരുടെയും പ്രതിഫലം കൂട്ടും. അപ്പൊ അതിനെതിരെ ഒരു ശബ്ദം ഉയർന്നു. ഒരു സിനിമ വിജയിച്ചാൽ ആ നടൻ വീണ്ടും പ്രതിഫലം കൂട്ടുന്നു, 1 കോടി മേടിക്കുന്ന ആൾ 2 കോടി മേടിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള യുവ തലമുറയ്ക്ക് ഒന്ന് ബാധകമാവുന്നുണ്ട്. അത്രയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ജസിൽ എന്നൊരു ആക്ടർ, അത് ഗണപതി ഉൾപ്പെടെയുള്ളവർ പറയണ്ടാട്ടോ, ഇവരെല്ലാം പറഞ്ഞാൽ ഇവരെല്ലാം നല്ല ആക്ടറൈസ് ആണ്. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്നുണ്ടോ? പറയണം, നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ എന്നെ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്രൊജക്റ്റ് ഓണായി വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇതുവരെ ആരും അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞങ്ങളെ കൂട്ടത്തിലൊരു സൂപ്പർ സ്റ്റാർ ഇദ്ദേഹമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അതിപ്പോ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രതിഫലം കൂടുതൽ കറക്റ്റ് പൈസ പേ വാങ്ങുള്ളൂ. അപ്പൊ അത് ഓക്കെ. അത് ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അറിയില്ല എങ്ങനെ. വാർത്ത ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല. അത് നമുക്ക് അറിയുമ്പോഴല്ല അതിന്റെ അത്തരം സ്റ്റാർസ് ഒക്കെ വാങ്ങുമ്പോഴായിരിക്കും അറിയില്ല. ഇനി അങ്ങനെ ആവുമ്പോ ഞാൻ നോക്കാം. അപ്പൊ ഞാൻ ഇതിന് ആൻസർ പരാതിപ്പെടേണ്ട കാര്യമുള്ളൂ. ഇല്ല, എനിക്ക് അങ്ങനത്തെ പരാതികളോ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മളിപ്പോൾ എനിക്കറിയില്ല, ആ അത്തരം മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് ഹാപ്പിയാണ് ഇപ്പം ഉണ്ടാകുന്ന പരിപാടികളിലൂടെ. നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഹാപ്പിയാണ്. അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിൽ ആളല്ല. അതുകൊണ്ട് ഇത്രയും കാലം ഇപ്പൊ പറഞ്ഞതുപോലെ ഇവരെക്കാളൊക്കെ സീനിയറാണ്. ഇത്രയും കാലം ലോങ് ചെയ്യേണ്ട വന്ന ഒരു തിയേറ്റർ മൊമെന്റ്, ആളുകൾ കൈയടിച്ചിട്ട് ഒരു മാസ് മൊമെന്റ് കിട്ടാൻ അങ്ങനെ ഫീൽ ചെയ്തു പടം കണ്ടപ്പോൾ? ഉറപ്പായിട്ടും നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണ് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രകാലം ഞാൻ ചെയ്തതൊരു ഹ്യൂമർ ഇതാണ്. ഞാൻ കുറച്ച് സട്ടിലായിട്ട് കുറച്ച് വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത്. അപ്പം നമ്മൾ തിരിച്ചറിയാനും നമ്മളെ കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുക. അപ്പം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു സ്റ്റാർ ഇമേജ് അല്ലെങ്കിൽ സ്റ്റാർ കോമ്പോണന്റ് ഉണ്ടെന്ന് കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ ലുക്കിന് നമ്മുടെ തല്ലുമാലയിൽ അങ്ങനെ കുറെ ഷോർട്സ് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ലൈഫിനെ വേറെ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ആക്ഷൻ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം ഒരു ആളെ മാസ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഗണപതിക്ക് കൊടുത്തിട്ടുണ്ട്, ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് പടത്തിനകത്ത്. അങ്ങനെ ഒരു സ്റ്റാർ ആളുകളെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന മാസ് ഒരു ആക്ടറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് ആ അങ്ങനെ ആയിട്ട് കഴിയും. മാസ് എന്ന് അതെനിക്കറിയില്ല. ഇപ്പോൾ ഒരു നമ്മൾ സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിനെ അത് കുറച്ചും കൂടെ ബുക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം സീനുകളാണല്ലോ ഡെവലപ്പ് ചെയ്യുക. ക്യാരക്ടറിനെയും സീനിനെയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ അതിനെ ആ ഒരു ലിഫ്റ്റിലേക്ക് വരാം. അപ്പോൾ ആ എഴുത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രീ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 40 to 50% നമ്മൾ അത് പ്രിപ്പയർഡ് ആയിരിക്കും. അതിൻ്റെ മേക്കേഴ്സ് എങ്ങനെയായിരിക്കണം അത് കൺസീവ് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്യാപ്പബിലിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ, അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിന് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതികൾ, അതിൽ നിന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പ്രേക്ഷകരാണ്, സിനിമാ തിയേറ്ററിൽ കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓരോ ആക്ടേഴ്സിനോടും. ഇയാൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷനും കൂടെ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. ഒരുപാട് വലുതാണ്. പക്ഷെ അങ്ങനെയുള്ള മൊമെന്റുകളല്ല